Accounting for partnership basic concepts. Calculation of interest on capital. Question number 48. NCERT illustration 6. Anubham and Abhishek are partners sharing profits and losses in the ratio of 3:2. രണ്ട് പാർട്ട്നേഴ്സാണ് അനുപം ആൻഡ് അഭിഷേക്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,50,000 2 lakh ആണ്. ഷോ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദ ഇയർ എൻഡിങ് 31 December 2006 എന്നാണ് തന്നിരിക്കുന്നത്. അത് 2003 ആയിട്ട് എഴുതാം. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ്, അതായത് 4 ഓപ്ഷൻസ് ആണെങ്കിൽ 4 സിറ്റുവേഷനാണ് തന്നിരിക്കുന്നത്. ഈ 4 സിറ്റുവേഷനിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്? അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന 4 സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്? ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നമ്മൾ പഠിച്ച റൂൾസാണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം, പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഡീഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. മാത്രമല്ല, ബിസിനസ്സിന് ഫേമിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യേണ്ടൂ. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുമാത്രമല്ല, പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 4 സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, if the partnership deed is silent as to the payment of interest on capital and the profit for the year is ₹50,000. ഇവിടുത്തെ ആദ്യത്തെ സിറ്റുവേഷനിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ച് ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതേസമയം ആ വർഷത്തെ പ്രോഫിറ്റ് അവർക്ക് എത്രയാണ്? 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം, പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ആ വർഷം കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റായ 50,000 അത് മുഴുവനായും 3:2 എന്നുള്ള റേഷ്യോയിൽ 2 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഈ സിറ്റുവേഷൻ്റെ പ്രത്യേകത എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് പാർട്ട്നേഴ്സിന് 2 പേർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ കിട്ടിയിരിക്കുന്ന മുഴുവൻ പ്രോഫിറ്റും 2 പാർട്ട്നേഴ്സിനായി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് വർക്കിംഗ് നോട്ടിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ അത് ഓരോ ഓപ്ഷനിലും നമ്മളത് അതാത് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ടു അനുപം at the rate of 8% on 2,16,000, interest to Abhishek at 8% on 1,50,000, 12,000, total interest on capital 28,000. ഇത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിനും കൂടി എഴുതി വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൽ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം. ഇതിൽ ആദ്യത്തെ സിറ്റുവേഷനിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എഴുതിയേക്കണമെന്ന് നോക്കി നോക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ സ്പെസിഫിക് പ്രൊവിഷൻ ഇൻ ദ ഡീഡ്, no interest will be paid on the capital to the partners. The whole amount of profit will, however, be distributed among the partners in their profit sharing ratio. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ്റെ പ്രത്യേകത എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. അത് അവിടെ കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് മുഴുവനായും 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 8% പെർ ആനം ആൻഡ് ദ ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് ₹10,000 ഡ്യൂറിങ് ദ ഇയർ. രണ്ടാമത്തെ സിറ്റുവേഷനിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 8% ആണ്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ
8% വെച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്തിരിക്കണം. അതേസമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? ഫേമിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ദ ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് ₹10,000 ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഈ വർഷം ഫേമിന് ലോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ലോസ് ആയതുകൊണ്ട് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് വർക്കിംഗ് നോട്ടിൽ എങ്ങനെ എഴുതാം? ആസ് ദ ഫേം ഹാസ് ഇൻകേർഡ് ലോസസ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ, no interest on capital will be allowed to any partner. The firm's loss will be shared by the partners in their profit sharing ratio. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. ലോസ് മുഴുവനും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. ഈ മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് നോക്കാം. ഇഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 8% per annum and the firm earned a profit of ₹50,000 during the year. ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതേസമയം ഫേമിന് പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്തിരിക്കണം. മാത്രമല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഫേമിന് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർട്ട്നേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വർക്കിംഗ് നോട്ടിൽ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ആസ് ദ പ്രോഫിറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു പേ ഇൻട്രസ്റ്റ് അറ്റ് എഗ്രീഡ് റേറ്റ്, the whole amount of interest on capital shall be allowed and the remaining profit amounting to ₹22,000 shall be shared by the partners in their profit sharing ratio. നമുക്കറിയാം ഇവിടെ നേരത്തെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അനുപമിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 2 lakh into 8/100 16,000. അഭിഷേകിന് കൊടുക്കേണ്ടതോ 1,50,000 into 12,000. ഇപ്പോൾ രണ്ടുപേർക്കും കൂടി കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 28,000 ആണ്. ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 50,000. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ? പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് കൊടുക്കാനുള്ള നെറ്റ് പ്രോഫിറ്റ് ഫേമിനുണ്ട്. കാരണം നെറ്റ് പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും, അതായത് 50,000-ൽ നിന്നും 28,000 പാർട്ട്നേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 22,000 ആണ് നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അത് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്യുകയും ഫേമിന് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യാം. അതേസമയം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്യുകയും ഫേമിന് ലോസ് ആണെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ടു പാർട്ട്നേഴ്സ്. ഫോർത്ത് ഓൾട്ടർനേറ്റീവ്. If the partnership deed provides for interest on capital at 8% per annum and the firm earned a profit of ₹14,000 during the year. ഇതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഫേം ഏൺഡ് എ പ്രോഫിറ്റ് of ₹14,000. അതേസമയം ഫേമിന് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. എത്രയാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്? 14,000. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്യുകയും ഫേമിന് നെറ്റ് പ്രോഫിറ്റും കിട്ടുകയാണെങ്കിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ 8% അനുസരിച്ച് അനുപമിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ്? 16,000 ആണ്. അഭിഷേകിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് 12,000. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 28,000. അതേസമയം ഫേമിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 14,000. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ്? ഫേമിന്
നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനേക്കാളും കുറവാണ്. അതായത് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 28,000 ആണ്. നെറ്റ് പ്രോഫിറ്റോ 14,000. അതായത് നെറ്റ് പ്രോഫിറ്റ് ഈസ് ലെസ് ദാൻ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രോഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതായത് പാർട്ട്നേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മുഴുവനായും കൊടുക്കാനുള്ള നെറ്റ് പ്രോഫിറ്റ് സഫിഷ്യൻ്റ് ആയിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഇവിടെ വർക്കിംഗ് നോട്ടിൽ എഴുതി നോക്കാം. ആസ് ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് ₹14,000 വിച്ച് ഈസ് ലെസ് ദാൻ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്യൂ ടു പാർട്ട്നേഴ്സ്, ദാറ്റ് ഈസ് ₹28,000. അതായത് നെറ്റ് പ്രോഫിറ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനേക്കാളും കുറവാണ്. ദ ഇൻട്രസ്റ്റ് വിൽ ബി പെയ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അവൈലബിൾ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ₹14,000. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെ വരെ കൊടുക്കാം? എത്രയാണോ ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അത്രയും വരെ കൊടുക്കാം. അതായത് ഇവിടെ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയായിരുന്നു? 28,000 ആണ്. ഇവിടെ 28,000 മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നെറ്റ് പ്രോഫിറ്റ് 28,000-നേക്കാളും കുറവാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർക്ക് എത്രത്തോളം കൊടുക്കാം? ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അത്രയും വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാവുന്നതാണ്. കാരണം നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പഠിച്ചിരിക്കുന്ന റൂൾ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് അലോ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 14,000 വരെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അനുപമിന് കൊടുക്കേണ്ടത് എത്രയാണ്? 14,000 വരെയല്ലേ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ 14,000 ഇൻറ്റു അനുപമിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 12,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 28,000. അപ്പോൾ അനുപമിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 14,000 ഇൻറ്റു 12,000 ഡിവൈഡഡ് ബൈ 28,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 6,000. അഭിഷേകിൻ്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 14,000 ഇൻറ്റു അഭിഷേകിന് കിട്ടേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 16,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻട്രസ്റ്റ് 28,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 8,000. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക? അനുപമിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12,000 ആണ്, അഭിഷേകിൻ്റെ 16,000 ആണ്. അതായത് 12,000 റേസ് ടു 16,000. അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കി വരുമ്പോൾ എങ്ങനെ വരും? 12 റേസ് ടു 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റേസ് ടു 4. ഈ റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റേഷ്യോ എത്രയാണ്? 3 റേസ് ടു 4. എങ്ങനെ കിട്ടിയത്? അനുപമിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12,000 ആണ്, അഭിഷേകിന് 16,000 ആണ്. അതിൻ്റെ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കി വന്നപ്പോഴാണ് നമുക്ക് റേഷ്യോ കിട്ടിയത്. എത്രയാണ്? 3:4. ഈ റേഷ്യോയിൽ അവരുടെ കയ്യിലുള്ള നെറ്റ് പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അനുപമിന് കിട്ടേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? അനുപം 14,000 ഇൻറ്റു 3/7. അപ്പോൾ അനുപമിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 16,000 ആണ്. ശരിക്കും കിട്ടേണ്ടത് എത്രയായിരുന്നു? 12,000 ആയിരുന്നു. പക്ഷെ അത് കൊടുക്കാനുള്ള നെറ്റ് പ്രോഫിറ്റ് ഫേമിനില്ലാത്തതുകൊണ്ട് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 6,000 ആണ്. ഇനി അഭിഷേകിൻ്റെ നോക്കാം. 14,000 ഇൻറ്റു 4/7, 8,000. അഭിഷേകിന് 8% വെച്ച് കിട്ടേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയായിരുന്നു? 16,000 ആയിരുന്നു. അത്ര എമൗണ്ട് കൊടുക്കാനുള്ള നെറ്റ് പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 8,000 ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഫേമിന് പാർട്ട്ണർഷിപ്പ് ഡീലിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി നെറ്റ് പ്രോഫിറ്റ് കുറവാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനേക്കാളും കുറവാണെങ്കിൽ
അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ റേഷ്യോ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം.